ശരിക്കും എത്ര ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുണ്ട്? 6 ടൈം ഇന്ത്യൻ നാഷണൽ ചാമ്പ്യനാണ്. പിന്നെ UAE 10-25 മേലെ റേസുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശരിക്കും കൂടെ മത്സരിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ് ജിനൻ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം നമ്മള് കളിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പറയാറുണ്ടോ? അതൊക്കെ നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇവിടെ പിന്നെ വേറെ ലെവൽ, ഇവിടുന്ന് ഒരുപാട് ഇന്റർനാഷണൽ റൈഡേഴ്സും ഒക്കെ ഉള്ള ഒരു കോമ്പറ്റീഷനാണ് ഇത്. ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ലെവലാണ്, നാട്ടിലെ മാതിരിയല്ല. ഒരുപാട് ടഫ് റേസുകളാണ് ഇവിടെയാണ് ഭയങ്കരമായിട്ട് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കേക്കട്ടെ. ഞാൻ ഇതെങ്ങനെ ഇതിലേക്കൊരു ക്രേസ് ഉണ്ട്, ക്രേസിനേക്കാൾ ഉപരി ഇതിനോട് എന്താ പറയാ, ഒരു ഇഷ്ടം, ആഗ്രഹം, അതിന്റെ അപ്പുറത്തൊരു വേർഡ് പറയണം. എന്താ അതിന് ഞാൻ പറയണ്ടേ? ഇതിനോടൊരു ക്രേസ് വന്നത് ഈ ബൈക്കിന്റെ സൗണ്ട്, ചെറുപ്പത്തിൽ RX-100ന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ടാന്ന് തോന്നുന്നു. വളരെ ചെറുതായിരിക്കുമ്പോ 10 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ളപ്പോ ഈ ബൈക്കിനോട് ചെറിയ കുട്ടികൾക്കാണല്ലോ പെട്ടെന്ന് ഈ സൗണ്ട് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ലേ, 35 വർഷം മുന്നത്തെ കാര്യല്ലേ. അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്. അതായിരിക്കും ഇങ്ങനെ ക്രേസ് വന്നത്. പിന്നെ ഈ ബൈക്ക് വാങ്ങി വീട്ടിൽ വാശി പിടിച്ച് ബൈക്ക് വാങ്ങി, അതിനുശേഷം പിന്നെ ഇങ്ങനെ ഈ റേസിങ്ങും അഭ്യാസങ്ങളും ഇതൊക്കെ തന്നെ പണി. അതെ, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ എത്ര വയസ്സിലാ ഒരു ബൈക്ക് വീട്ടിൽ വാങ്ങിത്തരുന്നത്? ബൈക്ക് വാങ്ങിത്തരുന്നത് 18 വയസ്സായപ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടാണ്ട്, നാട്ടിൽ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ ലൈസൻസ് കിട്ടാണ്ട് വണ്ടി വാങ്ങിത്തരും ബൈക്ക്. ഇവിടെ ഇല്ല, ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ ഇപ്പോ നമ്മളിപ്പോ ഇവിടുത്തെ ദുബായ് മോട്ടോർ ക്രോസ് ക്ലബ്ബിൽ ചെന്ന് കഴിഞ്ഞാൽ 4-5 വയസ്സായ പിള്ളേർക്ക്, യൂറോപ്യൻസ്, അവരെ പിള്ളേരൊക്കെ ഇല്ല, അവർക്ക് വണ്ടി വാങ്ങിക്കൊടുക്കും, അവരെ കൊണ്ട് പഠിപ്പിക്കും ചെറിയ ബൈക്കുകൾ. നമ്മൾ ആ കാലത്ത് സൈക്കിൾ പോലും ചവിട്ടാൻ സമ്മതിക്കില്ല വീട്ടിൽ. അതെ, വീട്ടില് പേടിയാണ് അല്ലെ, ലൈസൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സൈക്കിൾ പോലും ചവിട്ടിപ്പിക്കും നമ്മൾ 5 വയസ്സിലൊക്കെ പിള്ളേരെ കൊണ്ട്. ഇല്ലല്ലോ, ഇവിടെ ചെറിയ ബൈക്ക് ഓടിപ്പിക്കും. അപ്പൊ 18 വയസ്സിൽ ആദ്യമായിട്ട് എടുത്ത ബൈക്ക് അതാ. ഫസ്റ്റ് വീട്ടിൽ നിന്ന് യമഹ RX-100 എടുക്കാനാ പോയത്, 2 സ്ട്രോക്ക്. അത് ചെന്നപ്പോ സ്റ്റോക്ക് ഇല്ല വണ്ടി. അപ്പൊ പിന്നെ ഉള്ളത് വാങ്ങി പോകുന്നു അവിടുന്ന്, ഒരു ഹീറോ ഹോണ്ട ആണ് ഫസ്റ്റത്തെ ബൈക്ക്. ഇല്ല, അതൊക്കെ അപ്പൊ തന്നെ കൊടുത്തു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും അത് ഷോഗനായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് 2 സ്ട്രോക്ക് റേസിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്കൊക്കെ ആക്കി. അപ്പോഴേക്കും വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അതെ, ശരിക്കും നമുക്കൊരു ബൈക്ക് വാങ്ങുന്ന ആ ബൈക്കില് അന്നൊന്നും അത്രയ്ക്ക് ആളുകളില്ല. എനിക്ക് തുടക്കമൊക്കെ നിങ്ങളായിരിക്കുമോ? അന്നൊന്നും തുടക്കമിട്ട ആളുകള്? അതെ, ശരിയാണ്. അന്ന് ഞാനൊക്കെ തുടങ്ങുമ്പോ ബൈക്ക് നമ്മുടെ ഏരിയയിൽ ബൈക്കുകളെ ഇല്ല. വളരെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് കൂട്ടുകാരുണ്ട്, റാഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിയുടെ കയ്യിലേക്കാണ് ബൈക്ക് കണ്ടിട്ടുള്ളത്. പുള്ളിയൊക്കെ അത് കണ്ടിട്ടാണ് എനിക്ക് ആ ക്രേസ് വന്നിട്ടുള്ളത്. ശരിക്കും പുള്ളിയാണോ അപ്പൊ ഒരു റോൾ മോഡൽ എന്ന് പറയാമോ? പുള്ളിയുടെ ആ ഒരു ബൈക്കിന് അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ പുള്ളിയൊന്നും അത്ര അങ്ങോട്ട് പ്രൊഫഷണൽ ആയിട്ട് പോയില്ല, നമ്മൾ അതിന്റെ പിന്നിൽ തന്നെ നിന്ന് പോയി. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ബൈക്ക് കിട്ടുന്നു, അതിൽ നമ്മള് ബൈക്ക് ഓടിക്കുന്നു. ഫസ്റ്റ് ഓടിക്കുമ്പോ തന്നെ നമുക്ക് തോന്നിയോ ഇത് സാധാരണ ആളുകൾ ഓടിക്കുന്നതിന്റെ വ്യത്യസ്തമായിട്ട് ചെയ്യണം? അത് തോന്നി. ഫസ്റ്റ് ഓടിക്കുമ്പോ തന്നെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കാനേ നോക്കി തിരിച്ചിട്ട് എത്ര സ്പീഡ് കയറും നോക്കാൻ. അതാണ് ഏറ്റവും നമുക്ക് ആ സ്പീഡിനോടുള്ള ഇൻട്രസ്റ്റ്. എത്ര സ്പീഡ് കൂട്ടുന്നു അത്രയും തന്നെ അതാണ് നോക്ക്. പിന്നെ ഒരു വീല് പൊന്തിക്കാൻ നോക്കും. അതൊക്കെയാണ് ഏറ്റവും അത് കിട്ടിയ വഴിക്ക് ഫസ്റ്റ് നോക്കിയത്. എന്നിട്ട് എത്ര പ്രാവശ്യം കഴിഞ്ഞിട്ട് അത് സക്സസ് ആയത്? ഫസ്റ്റ് നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അത് പിന്നെ ഒരുപാട് കഴിഞ്ഞു, ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ നമ്മൾ റേസിനൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി. അപ്പൊ പിന്നെ അതിൽ ആ ഒരു കുറെ ഫ്രണ്ട്സുകൾ റേസിനോട് സംബന്ധിച്ച് കുറെ ഫ്രണ്ട്സുകളൊക്കെ ആയി. അപ്പൊ അതിൽ ഫോക്കസ് ആയി കൂടുതൽ.